നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറെ ടീമിലെടുക്കാത്തതിന് കാർലോ ആഞ്ചലോട്ടിയെ ഭള്ളു പറയുന്നവരെ ഇതൊന്ന് കേൾക്കണം. സാന്റോസിൻ്റെ പുതിയ കോച്ചും പറയുന്നു നെയ്മർക്ക് ഒരാഴ്ചക്കിടയിൽ 3 കളിയൊന്നും കളിക്കാൻ പറ്റില്ല, അദ്ദേഹത്തെ അടുത്ത കളി കളിപ്പിക്കുന്നില്ല. ഫിറ്റ്നസ് പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് പുതിയ കോച്ചും പറയുന്നത്. നാളെ സാന്റോസിന് കളിയുണ്ട്. സാന്റോസിൻ്റെ കളി ക്രുസൈറോക്കെതിരെയാണ്. ഇപ്പോൾ നമുക്കറിയാലോ, കാർലോ ആഞ്ചലോട്ടി കളി കാണാൻ വന്ന മിറോസാളിനെതിരെയുള്ള കളി നെയ്മർ കളിച്ചിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കളി കൊറിന്ത്യൻസിനെതിരെ കളിക്കുകയുണ്ടായി. പിന്നെ ഇൻ്റർനാഷണലിനെതിരെ കളിച്ചു, 2 കളി കളിച്ചു. 3ാമത്തെ കളി ക്രുസൈറോക്കെതിരെ നാളെ. പക്ഷേ നെയ്മറെ കളിപ്പിക്കുന്നില്ല എന്നാണ് പുതുതായി വന്ന കോച്ചും തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും ലൂക്കാസ് മൂസെറ്റി റിപ്പോർട്ട് ചെയ്ത കാര്യം നോക്കാം. കൂക്ക പുതിയ കോച്ചാണ്. കൂക്ക പറയുന്നത് നെയ്മർ ക്രുസൈറോക്കെതിരെയുള്ള കളിയിൽ നിന്ന് പുറത്താണ്. മിനേറോയിലാണ് ആ കളി നടക്കുന്നത്. അത് നെയ്മറെ പ്രിസർവ് ചെയ്യുന്നതിൻ്റെ ഭാഗം മാത്രമായിട്ടല്ല, ലോഡ് മാനേജ്മെൻറ്റ് കൂടിയാണ്. ഞങ്ങൾക്ക് നോക്കുക, അടുത്ത 12 ദിവസത്തിനുള്ളിൽ ഇനി അടുത്ത കളി വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ 7 ദിവസത്തിനുള്ളിൽ 3 കളി കളിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഇഞ്ചുറി റിസ്ക് ഉള്ള കാര്യമാണ്. അത് വളരെ ഹൈ ആണ്. ഇഞ്ചുറി റിസ്ക് നെയ്മറുടെ കാര്യത്തിൽ വളരെ ഹൈ ആണ്. സോ ഞങ്ങൾക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആ റിസ്ക് എടുക്കാനില്ല എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംഗതി വളരെ വ്യക്തമല്ലേ. അതായത് നെയ്മർ ജൂനിയർക്ക് 7 ദിവസത്തിനുള്ളിൽ 3 കളികൾ കളിക്കാൻ പറ്റില്ല. മാർച്ച് 11 മിറാസോൾ വേഴ്സസ് സാന്റോസ് മത്സരം, അത് നെയ്മർ കളിച്ചിട്ടില്ല. പിന്നെ മാർച്ച് 16 അടുത്ത കളിയുണ്ട്. അപ്പോൾ മാർച്ച് 19 2ാമത്തെ കളി കളിച്ചു, 23 അടുത്ത കളി. സോ ഒരാഴ്ചക്കിടയിൽ 3 കളികൾ വരികയാണ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ 3 ഉള്ളൂ. 12 ദിവസത്തെ ഒരു ബ്രേക്കൊക്കെ കിട്ടി നെയ്മർക്ക് പൂർണ്ണ ആരോഗ്യവാനായിട്ട് എത്താനും പറ്റും. സോ മസിൽ ഇഞ്ചുറീസിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നെയ്മറെ അലട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വർക്ക് ലോഡ് നന്നായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ഇഞ്ചുറി വീണ്ടും ഒക്കർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് ആഞ്ചലോട്ടിയും പറയുന്നത്, 100% ഫിറ്റ് അല്ല എന്ന്. ഇപ്പോൾ നെയ്മർ വേൾഡ് കപ്പിന് പോകുമ്പോൾ നമുക്കറിയാലോ, ഒറ്റ മാസം കൊണ്ട് ഇപ്പോൾ വേൾഡ് കപ്പ് ഫൈനൽ വരെ ബ്രസീലെത്തി 8 കളി കളിക്കണം ഒറ്റ മാസം കൊണ്ട്. അപ്പോൾ ഒരാഴ്ച 3 കളിയൊന്നും കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അതിനൊക്കെ പറ്റിയെങ്കിൽ മാത്രമേ വേൾഡ് കപ്പിന് കൊണ്ടുപോകുള്ളൂ എന്നുള്ളതാണ് ആഞ്ചലോട്ടിയുടെ നിലപാട്. സാന്റോസിൻ്റെ പുതിയ കോച്ചിൻ്റെ ഈ തീരുമാനവും അതിനെ ശരിവെക്കുന്നുണ്ട്. അപ്പോൾ നെയ്മർ ആരാധകർ കാർലോ ആഞ്ചലോട്ടിയെ തെറി വിളിക്കുക നമ്മുടെ കമൻറ്റ് ബോക്സിലും മറ്റുമൊക്കെ ആയിട്ട് നിരവധി ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോയുടെ താഴെയും ഇതിലും ഒക്കെ റാഫ് ടോക്കിൻ്റെ ഈ ക്രിക്കറ്റിലെ ഫുട്ബോൾ ചാനലിൻ്റെ നെയ്മറുമായി ബന്ധപ്പെട്ട വീഡിയോയിലൊക്കെ ഫുൾ തെറിയാണ് ആഞ്ചലോട്ടിക്ക്. അത് റാഫ് ടോക്കിന് മാത്രമല്ല കേട്ടോ, ഇൻ്റർനാഷണൽ ലെവലിലുള്ള എക്സ് അക്കൗണ്ടുകളും മറ്റുമൊക്കെ പോയി നോക്കുക. അതിലൊക്കെ അങ്ങനെയാണ്. റിയാലിറ്റി മനസ്സിലാക്കുക, അതാണ് ചെയ്യേണ്ടത്. നെയ്മർക്ക് ഇപ്പോൾ പഴയ നെയ്മർ അല്ലെന്നേ, അദ്ദേഹത്തിന് ശാരീരികമായി പ്രശ്നങ്ങളുണ്ട്. ഇതാ സാന്റോസിൻ്റെ പുതിയ കോച്ചും അത് തന്നെയല്ലേ സ്ഥിരീകരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.